2 വയസ്സിന് ശേഷം ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നു. രക്ഷിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു വിഷയമായിരിക്കും അത്. എന്നാൽ അവൾ ആദ്യമായി സംസാരിച്ച വിഷയം അമ്മയെ ഭയപ്പെടുത്തുന്നതാണെങ്കിലോ? അതെ, അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് പ്രായമാകുന്നത് ഭയമാണ് എന്ന്. ആദ്യം ഇതിനെ ഒരു തമാശയായാണ് ആ അമ്മ കണ്ടത്. എന്നാൽ അവൾക്കത് ശരിക്കും ഭയമുള്ള വിഷയമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു. പ്രായമായ എനിക്ക് ചുറ്റും ഒരുപാട് പേർ നിൽക്കുന്നു. അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞും. അവളുടെ കണ്ണ് നിറയുന്ന കാഴ്ച എനിക്ക് കാണാമായിരുന്നു. പക്ഷേ അത് പതിയെ മങ്ങിത്തുടങ്ങിയിരുന്നു. അവിടമാകെ പുക പരക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ശരീരം കത്തിയമർന്ന പുകയായിരുന്നു. ഈ ജന്മത്തിലേക്ക് കാലുകുത്തുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കണ്ട കാഴ്ചയായിരുന്നു ഇത്. അത് കേട്ട് പകച്ചു നിൽക്കാനേ ആ അമ്മയ്ക്ക് സാധിച്ചുള്ളൂ. ഇത് ഒരാൾക്കുണ്ടായ ഒരു അനുഭവം മാത്രമല്ല. ഇത്തരത്തിൽ മുജ്ജന്മത്തിലെ ഓർമ്മകൾ പേറുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെല്ലാം ഭ്രാന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ തള്ളി നിർത്തുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്കിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും മുജ്ജന്മത്തിലെ ഓർമ്മകൾ അവരെ തേടി വരുന്നത്? അറിയാം. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കഴിഞ്ഞ ജന്മം അങ്ങനെയൊന്നുണ്ടോ? യുക്തിപരമായി ചിന്തിച്ചാൽ അങ്ങനെയൊന്നില്ല. തെളിവുകളാണല്ലോ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ തെളിവുകളില്ലാത്തത് ഇല്ലാത്ത ഒന്നിൻ്റെ തെളിവാണോ? ഒരിക്കലുമല്ല. 1-2 പേർക്കുണ്ടായ ഒരു അനുഭവമല്ല ഇത്. ഒരുപാട് പേർക്ക് മുജ്ജന്മത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അത്തരം അന്വേഷണത്തിലൊന്നും അതെല്ലാം വെറും തട്ടിപ്പുകൾ മാത്രമാണ് എന്ന് കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും? മുജ്ജന്മം എന്ന ഓർമ്മയുള്ളവരോട് നമുക്കൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നത് നന്നേ ചെറുപ്പത്തിൽ തന്നെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരോട് അത് വിശദീകരിക്കുമ്പോൾ വെറും കുട്ടിക്കളിയായോ മണ്ടത്തരമായോ ആണ് മറ്റുള്ളവർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു വിഷയത്തെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ചിൽഡ്രൻ ഹു റിമെമ്പർ പ്രീവിയസ് ലൈഫ്സ്, എ ക്വസ്റ്റ്യൻ ഓഫ് റീഇൻകാർണേഷൻ. ഇയാൻ സ്റ്റീവൻസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. ഒരു അമേരിക്കൻ സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിലെ പ്രൊഫസർ കൂടിയായിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം ഈ ഒരു വിഷയത്തിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ പറയുന്ന, അതായത് കുഞ്ഞുങ്ങളിലുള്ള മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള പലതും ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. തെറാപ്പിസ്റ്റും സൈക്യാട്രിക് ഓഥറുമായ കരോൾ ബൗമാൻ, പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ജിം ടക്കർ എന്നിവർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് കൂടിയായിരുന്നു. അവരായിരുന്നു ഇയാൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി അന്വേഷിക്കപ്പെട്ട 2700-ൽ കൂടുതൽ പുനർജന്മ അനുഭവങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തത്. ആരൊക്കെയാണ് പുനർജനിക്കുന്നത്? എല്ലാവർക്കും പുനർജനിക്കാൻ സാധിക്കുമോ? അതോ ചിലർക്ക് മാത്രമാണോ മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കുക? ഇനി ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ ശതമാനം യോഗികൾക്കും മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാകും. പക്ഷേ ജനിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മുജ്ജന്മത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? വെറും 3 വയസ്സ് മാത്രമുള്ള എൻ്റെ മകൻ ഹാർലി അവൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 1997-ലാണ് അവൻ ആദ്യമായി അങ്ങനെ ഒരു വിഷയം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുവരെ പുനർജന്മം എന്നത് എന്നെ സംബന്ധിച്ച് അവിശ്വസനീയമായ ഒന്നായിരുന്നു. അതെല്ലാം ആളുകൾ വെറുതെ പറയുന്ന ഒന്നാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്നെ നോക്കി എൻ്റെ മകൻ മറ്റൊരമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ മകൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച്. ലോകത്തിൽ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2700-ൽ കൂടുതൽ പാസ്റ്റ് ലൈഫ് കേസുകൾ യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട പമേല സലേഡോ എന്ന സ്ത്രീയുടെ കത്ത്. കാലിഫോർണിയയിൽ നിന്നും വന്ന ഈ ഒരു കത്തിനെ തുടർന്നും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ ജിം ടക്കറാണ് അതേക്കുറിച്ച് അന്വേഷിക്കാൻ അയച്ചിരുന്നത്. പൊതുവെ ഇത്തരം കേസുകൾ, പ്രത്യേകിച്ചും രക്ഷിതാക്കളല്ലാതെ മറ്റേതെങ്കിലും സാക്ഷികളില്ലാത്തവ, വെറും പൊള്ളയാവാനുള്ള സാധ്യതയാണുള്ളത് എന്ന മുൻധാരണയോടുകൂടിയാണ് ടക്കർ അവിടേക്ക് എത്തിയത്. ആ ചിന്തയോടെ തന്നെയാണ് അദ്ദേഹം ആ അമ്മയോട് സംസാരിച്ചത്. ആദ്യമായി ഹാർലി ഇങ്ങനെ ചിലത് പറയാനിടയായ സാഹചര്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ഹാർലിക്ക് ഏതാണ്ട് 2 വയസ്സ് പ്രായമുള്ള സമയം ഒരിക്കൽ കളിക്കുന്നതിനിടെ അവൻ ഉറക്കെ കരയുന്നത് കേട്ടാണ് അവർ അങ്ങോട്ട് ചെല്ലുന്നത്.
അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ ഹാർലി സ്വന്തം അമ്മയെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ ഉറക്കെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മയല്ലേ ഈ വന്നിരിക്കുന്നത്? ഈ അമ്മയല്ല, എൻ്റെ അമ്മ എവിടെ? ഹാർലി ചോദിച്ചു. ഞാനല്ലാതെ നിനക്ക് വേറെ ഏത് അമ്മയാണുള്ളത്? അതിന് ഹാർലിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു പേടി സ്വപ്നം കണ്ടതുപോലെയായിരുന്നു അവർ ഹാർലിയെ കണ്ടത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൻ്റെ 3ാമത്തെ വയസ്സിൽ ഒരു ഹാലോവീൻ ദിനത്തിൽ അവർ ആ ടൗണിൻ്റെ മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചിരുന്നു. അവിടെ ചെന്നപാട് ഹാർലി പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അതിന് ഈ സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായല്ലേ വരുന്നത്? അമ്മ ചോദിച്ചു. ഈ അമ്മയോടൊപ്പമല്ല, മറ്റേ അമ്മയോടൊപ്പമാണ് ഞാനിവിടെ ജീവിച്ചത്, ഹാർലി മറുപടി പറഞ്ഞു. അത് അവസാനത്തെ അനുഭവമായിരുന്നില്ല. അതേ തുടർന്ന് അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അവന് പറയാനുണ്ടായിരുന്നു. അവന് മറ്റൊരു അമ്മയുണ്ട് എന്ന് അവൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ പേര് സ്റ്റേസി എന്നായിരുന്നു. അവരുടെ അനുഭവങ്ങൾ അവന് ഒരുപാട് പറയാനുണ്ടായിരുന്നു. മുജ്ജന്മത്തിലെ അമ്മയെക്കുറിച്ച് മാത്രമായിരുന്നില്ല ആ 3 വയസ്സുകാരൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. അവൻ പറയുന്നു, അവൻ്റെ മരണം പോലും അവന് ഓർമ്മയുണ്ട് എന്ന്. ഏത് പ്രായത്തിലാണ് നിനക്ക് മരണം സംഭവിച്ചത് എന്ന് അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നു, 17 വയസ്സിലാണ് എൻ്റെ മരണം സംഭവിക്കുന്നത് എന്ന്. എങ്ങനെയാണ് നിൻ്റെ മരണം സംഭവിച്ചത് എന്ന ചോദ്യത്തിന് അവൻ പറയുന്നു, ഒരു കാർ ആക്സിഡൻറ്റിലാണ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ മരിക്കുന്നത് എന്ന്. ചിന്തിക്കണം, 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഇത്രയും കൃത്യമായി മറുപടി പറയുന്നത്. അവൻ എന്നോട് കള്ളം പറയുകയായിരുന്നില്ല എന്നും താൻ അതിനെ കുട്ടിക്കളിയായല്ല കണ്ടത് എന്നും പമേല പറയുന്നു. ഈ കേസിൽ എന്തെങ്കിലും ആധികാരികമായി പറയണമെങ്കിൽ ഹാർലി പറഞ്ഞ അനുഭവം യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണമായിരുന്നു. ടക്കർ പുറപ്പെട്ടത് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനാണ്. അത് അയാൾ കണ്ടെത്തുകയും ചെയ്തു. ഹാർലി ജനിച്ച ദിവസത്തിൽ നിന്നും വർഷങ്ങൾ പിറകിലേക്ക് അയാൾ സഞ്ചരിച്ചു. ആ കാലഘട്ടത്തിൽ നടന്ന കാർ ആക്സിഡൻറ്റുകളെക്കുറിച്ച് അയാൾ വായിച്ചു. അവൻ പറഞ്ഞതനുസരിച്ച് അവൻ്റെ കുടുംബവുമായി മാച്ച് ആവുന്ന ഒരു അപകടം അയാൾ കണ്ടെത്തി. 19 വയസ്സുള്ള ജൊനാഥൻ എന്നൊരു കുട്ടി അപകടത്തിൽ മരണപ്പെട്ടതും കണ്ടെത്തി. പക്ഷെ അതിനെ ഒരു സംശയത്തോടു കൂടിയാണ് ടക്കർ കണ്ടതും. ഹാർലി പറഞ്ഞതനുസരിച്ച് അവൻ്റെ മരണം സംഭവിക്കുന്നത് 17ാമത്തെ വയസ്സിലാണ്. എന്നാൽ ജൊനാഥൻ മരണപ്പെടുന്നത് 19ാമത്തെ വയസ്സിലും. ഹാർലി പറഞ്ഞതനുസരിച്ച് അവൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അമ്മയുടെ പേര് സ്റ്റേസി എന്നാണ്. എന്നാൽ ജൊനാഥൻ്റെ അമ്മയുടെ പേര് സിൽവിയ എന്നാണ്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ആ കുടുംബാംഗങ്ങളുടെ എണ്ണം, അവർ താമസിച്ച സ്ഥലം, അപകടം നടന്ന രീതി, അപകടം നടന്ന സ്ഥലം എന്നിവയെല്ലാം കീറുകൃത്യം തന്നെയായിരുന്നു. പക്ഷേ ഹാർലി പറഞ്ഞതുപോലെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്നതുകൊണ്ട് തന്നെ ജൊനാഥൻ മരിച്ച് ഹാർലിയായി ജനിച്ചു എന്നത് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് ഹാർലിയുടെ പുനർജന്മത്തിൻ്റെ തെളിവാകുന്നു. 3 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ സൈക്കോളജി അനുസരിച്ച് അവർക്കൊരിക്കലും മരണത്തെ വിശദീകരിക്കാൻ സാധിക്കില്ല എന്നാണ് സൈക്യാട്രിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെയിരിക്കെ വെറും 3 വയസ്സ് മാത്രമുള്ള ഹാർലി എങ്ങനെയാണ് ആക്സിഡൻറ്റിനെ കുറിച്ചും ആ ആക്സിഡൻറ്റിൽ നടന്ന തൻ്റെ മരണത്തെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നത്? മുജ്ജന്മത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അങ്ങനെയാണ്. പലതും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. കണ്ണു തുറന്നപ്പോൾ ഞാൻ ബസ്സിനടിയിലാണ്. ആ ആക്സിഡൻറ്റിന് ശേഷം ചിലത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോരുമ്പോൾ എൻ്റെ കുഞ്ഞനിയെത്തി എന്നെ നോക്കി കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ശരീരത്തിൽ ഒരു വലിയ പൂമാല ഉണ്ടായിരുന്നു. എന്നെ നിലത്ത് വയ്ക്കുമ്പോൾ ദൂരെ എൻ്റെ ചിത്രത്തിൽ പൂമാല ചാർത്തിയത് എനിക്ക് കാണാമായിരുന്നു. മെല്ലെ ആ കാഴ്ച ഒരു ഇരുട്ടായി മാറി. കുറേ നേരത്തേക്ക് ഇരുട്ട് മാത്രം. പതിയെ ഒരു വെളിച്ചം വന്നു. അതെൻ്റെ പുനർജന്മമായിരുന്നു. ഇത് ഏതോ ഒരു പാരാനോർമൽ കഥയുടെ ആരോ എഴുതിയ ആമുഖമല്ല. ശ്രീലങ്കയിലുള്ള 12 വയസ്സുകാരി പൂർണിമ ജനിച്ച സമയം മുതൽ, ഓർമ്മ വച്ച സമയം മുതൽ തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഡോക്ടർ എലിൻഡ ഹെറാൾസൺ, അദ്ദേഹമാണ് 1996 പൂർണിമയുടെ അനുഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന് മാത്രം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് 60-ൽ കൂടുതൽ പുനർജന്മ കഥകളാണ്. 3 വർഷത്തെ കൃത്യമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ കേസ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ശ്രീലങ്കയിലെ ബക്കമുണ എന്ന ഗ്രാമത്തിലാണ് പൂർണിമ ജീവിച്ചിരിക്കുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് ബുദ്ധിസത്തിലായിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾക്കറിയാമോ എന്നൊരിക്കൽ പൂർണിമ സ്വന്തം അമ്മയോട് ചോദിച്ചു. തന്നെക്കുറിച്ചും തൻ്റെ ഭർത്താവിനെക്കുറിച്ചുമാണ് അവൾ പറയുന്നത് എന്നാണ് ആ അമ്മ കരുതിയത്. എന്നാൽ അവൾ പറഞ്ഞു,
അവരെക്കുറിച്ചല്ല എന്നും അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ശ്രീലങ്കയിലെ തന്നെ കെലാനിയ എന്ന സ്ഥലത്തുള്ള തൻ്റെ മറ്റൊരച്ഛനെയും അമ്മയെയും കുറിച്ചാണ് താൻ ചോദിച്ചത് എന്നും. എന്തെങ്കിലും ഒരു ഗന്ധം വന്നാൽ, എന്തെങ്കിലും ഒരു പുതിയ രുചി വന്നാൽ അപ്പോഴെല്ലാം അവൾ പഴയ ഓർമ്മയിലേക്ക് പോകുമെന്ന് അവളുടെ അച്ഛനമ്മമാർ പറയുന്നു. അതെല്ലാം അച്ഛനമ്മമാർക്ക് കൊണ്ട് എത്തിക്കണമെന്ന വാശിയായിരുന്നു അത്രേ അവൾക്ക്. 3-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സിലും അവൾ ഇതേ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ആണായിരുന്നു എന്നും എൻ്റെ പേര് ജിനദാസൻ എന്നായിരുന്നു എന്നും എനിക്ക് ഒരു കുഞ്ഞനിയത്തിയും ആങ്ങളമാരും ഉണ്ടായിരുന്നു എന്നും ഞാൻ ചന്ദനത്തിരി ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയിലായിരുന്നു ആ ജന്മത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്നും അവൾ പറയുന്നു. പൂർണിമ പറയുന്ന അനുസരിച്ച് അവളുടെ മുജ്ജന്മത്തിൽ അവൾക്ക് ചന്ദനത്തിരി ഉണ്ടാക്കി പല കടകളിലും കൊണ്ടുചെന്ന് വിൽക്കുന്ന ജോലിയായിരുന്നു. അയാൾക്ക് വാഹനങ്ങളുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചന്ദനത്തിരി നിർമ്മിക്കുന്നത് എന്നതുപോലും പൂർണിമയ്ക്ക് വിശദീകരിക്കാൻ സാധിക്കുമായിരുന്നു. അന്നുണ്ടായിരുന്ന ബ്രാൻഡുകൾ പോലും കൃത്യമായി അവൾ പറയുമായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ട് കെലാനിയയിലേക്ക് ഒരിക്കൽ ആ കുടുംബം ചെന്നിരുന്നു. അവിടെ ചെന്ന് അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. അതായത് ജിനദാസ് എന്ന വ്യക്തിയുടെ കുടുംബം അഗർബത്തി നിർമ്മിച്ച് വിൽക്കുന്ന ഒരു കുടുംബമാണ്. അംബിക എന്ന് പറയുന്ന അഗർബത്തിയുടെ ബ്രാൻഡ് ശ്രീലങ്കയിൽ വിൽക്കാൻ അവർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. പൂർണിമ ജനിക്കുന്നതിനും 4 വർഷങ്ങൾക്ക് മുമ്പാണ് ജിനദാസ് മരണപ്പെടുന്നത്. അതും ഒരു ബൈക്ക് അപകടത്തിൽ. ബസ്സിൽ ബൈക്ക് കൂട്ടിയിടിച്ചാണ് ജിനദാസ് മരണപ്പെട്ടത് എന്ന് തൻ്റെ 3-ാമത്തെ വയസ്സിൽ തന്നെ പൂർണിമ പറയുന്നുണ്ട്. പക്ഷേ ജിനദാസിൻ്റെ കുടുംബത്തിന് അങ്ങനെയാണ് ജിനദാസ് മരണപ്പെട്ടത് എന്നറിഞ്ഞത് പോലും ഒരു പെട്ടി അഗർബത്തിയുമായി പോലീസുകാർ വന്നപ്പോഴാണ്. അതായത് ആ കുടുംബത്തിന് പോലും അറിയാത്ത ആ അപകടത്തിൻ്റെ വിശദീകരണം വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള പൂർണിമ പറഞ്ഞത് എങ്ങനെയായിരിക്കും? ചെറുപ്പത്തിൽ തന്നെ പൂർണിമയ്ക്ക് കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും ഓർമ്മകൾ തമ്മിൽ മാറിപ്പോകാറുണ്ടായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന ഒരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ സ്ഥലം പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് അത്ഭുതമായിരുന്നു. കെലാനിയ എന്ന് കേട്ടത് മുതൽ അറിയാവുന്ന ഏതോ സ്ഥലം എന്ന സന്തോഷമായിരുന്നു അവൾക്ക്. ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു പൂർണിമയുടെ അച്ഛൻ. കെലാനിയ എന്ന സ്ഥലപ്പേരിൽ കുട്ടിക്കുണ്ടായ അത്ഭുതം ആ അധ്യാപകൻ പ്രധാന അധ്യാപകനോട് പറഞ്ഞു. അപ്പോഴാണ് മകൾക്ക് ഇങ്ങനെ ചില ഓർമ്മകളുണ്ട് എന്ന് അദ്ദേഹം ടീച്ചറോട് പറയുന്നതും. അയാൾ അതേക്കുറിച്ച് തൻ്റെ നാട്ടിൽ ഒന്ന് അന്വേഷിച്ചു. അഗർബത്തി ബിസിനസ് നടത്തിയിരുന്ന അപകടത്തിൽ മരണപ്പെട്ട ജിനദാസിനെ അങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ അവർ ജിനദാസിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടായി. ആ വീട്ടിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് ആ വീടിനെക്കുറിച്ചും ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുളത്തെക്കുറിച്ചുമെല്ലാം പൂർണിമ വാചാലയായിരുന്നു. ആ വീട്ടിലേക്ക് പൂർണിമ കയറി ചെല്ലുന്നത് എത്രയോ വർഷം പരിചയമുള്ള ഒരാളെപ്പോലെയായിരുന്നു. പെങ്ങന്മാരെയും ആങ്ങളമാരെയും എല്ലാം കാണുന്നത് ജിനദാസിന് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയായിരുന്നു. ജിനദാസിൻ്റെ കുഞ്ഞു പോലും ആ 12 വയസ്സുകാരിയെ കണ്ടത് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു. ജിനദാസിൻ്റെ വീട്ടിൽ എടുത്തു വെച്ച പല വസ്തുക്കളും എത്രയോ കാലം പരിചയമുള്ളത് പോലെയായിരുന്നു അവൾ എടുത്തതും ഉപയോഗിച്ചതും. അഗർബത്തിയുടെ പാക്കറ്റ് എടുത്ത് അവൾ ചോദിച്ചു എന്തിനാണ് ഇതിൻ്റെ നിറം മാറ്റിയത് എന്ന് പോലും. ഇങ്ങനെ ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലം എത്രയോ കാലങ്ങളായി പരിചയമുള്ളത് പോലെ ഒരാൾക്ക് തോന്നുന്നത് എങ്ങനെയാണ്? പുനർജന്മത്തിൻ്റെ തെളിവ് ഇതാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സൈക്യാട്രിസ്റ്റുകൾ പറയുന്ന അനുസരിച്ച് ഒരു മജീഷ്യൻ എപ്രകാരമാണോ അതിൻ്റെ കാഴ്ചക്കാരെ കബളിപ്പിക്കുന്നത്, അതുപോലെയാണ് ഒരു പുനർജന്മ കഥ ശ്രോതാക്കളെ കബളിപ്പിക്കുന്നത്. അതായത് ഒരു പുനർജന്മ കഥ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്നതല്ല തെളിവുകൾ. യഥാർത്ഥത്തിൽ ആ തെളിവുകൾ നമ്മൾ കണ്ടെത്തുന്നത് പോലും ആ കഥ സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയാണത്രേ. അതായത് പുനർജനിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി നമുക്ക് തരുന്ന ക്ലൂകൾ പോലും തിരഞ്ഞെടുത്ത് ആ കഥ ഫില്ല് ചെയ്യുന്നത് വിശ്വസിക്കുന്ന നമ്മളാണ് എന്ന്. ഈ പറഞ്ഞ വാദത്തെ തള്ളിക്കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല, കാരണം അതിന് കൃത്യമായ തെളിവുകളില്ല. മേൽ പറഞ്ഞ 2 അനുഭവങ്ങളും കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങളാണ്. അതിൽ പുനർജന്മം സംഭവിച്ച ആളുകൾ പറയുന്ന വിഷയങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്നതിൻ്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പുനർജന്മം നടന്നു എന്നതിൻ്റെ തെളിവുകളല്ലല്ലോ. എനിക്ക് പുനർജന്മം സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ പുനർജനിച്ചതാണ് എന്ന തോന്നൽ എനിക്കുണ്ടാകുന്നത് ക്രിപ്റ്റോമൻഷ്യ പോലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്ന് ശാസ്ത്രം പറയുന്നു.
അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ് വെർഡിക്റ്റ് മെമ്മറി. അതായത് നടക്കാത്തൊരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒന്ന് സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ച് പോവുക, പിന്നീട് എപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോകും. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം പുനർജന്മം എന്നതും മുജ്ജന്മം എന്നതും വിശ്വസിച്ച് പോകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് കൺഫാബുലേഷനാണ്. അതായത് നമ്മളൊരു ഫോൾസ് മെമ്മറി പറയുന്നു. ഈ ഫോൾസ് മെമ്മറി മറ്റൊരാൾ വിശ്വസിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കിക്ക്. ആ കിക്ക് കാരണം നമ്മൾ വീണ്ടും വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ സ്പ്രെഡ് ചെയ്ത് വലിയൊരു സ്റ്റോറിയാക്കി മാറ്റുന്നു. അതൊരു കഴിവാണ് എന്ന് പലരും വിശ്വസിക്കുന്നുമുണ്ട്. ഇതോട് ചേർത്ത് പറയാവുന്ന മറ്റൊന്നാണ് ഇൻറ്റൻഷണൽ ഫാബ്രിക്കേഷൻ. അതായത് ഒരു കുഞ്ഞ്, അതായത് നമ്മുടെ ഒരു കുട്ടി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്, സ്പെഷ്യലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചില അച്ഛനമ്മമാർ സൃഷ്ടിക്കുന്ന ചിലത്, അതിന് കുഞ്ഞുങ്ങൾ കൂട്ടി നിൽക്കുകയും ചെയ്യും. സോ ഈ ഇൻറ്റൻഷണൽ ഫാബ്രിക്കേഷൻ അച്ഛനമ്മമാർക്കും അതോടൊപ്പം കൺഫാബുലേഷൻ മക്കൾക്കും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ഒരു വീട്ടിൽ ഒരു പുനർജന്മം ഉണ്ടാവുന്നു. പുനർജന്മത്തെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് പാരനോർമലായി മാറുന്നു. അതായത് ക്ലെയർ വോയൻസ്, ടെലിപ്പത്തി, ഇൻറ്റ്യൂഷനൊക്കെ പോലെ വിശദീകരിക്കുമ്പോൾ അത് അശാസ്ത്രീയമായി മാറുന്നു. അപ്പോഴും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് പുനർജന്മത്തെക്കുറിച്ചും മുജ്ജന്മത്തെക്കുറിച്ചും ഒരാൾ ഇത്രയും കൃത്യമായി വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ തള്ളിക്കളയുക? അതിനെ തള്ളിക്കളയുന്നത് ശരിയാണോ എന്ന് എൻ്റെ അഭിപ്രായം അത് ശരിയല്ല എന്ന് തന്നെയാണ്. പക്ഷേ അതിനെ ശാസ്ത്രീയമായി തന്നെ വിശദീകരിക്കപ്പെടണം എന്ന വാശിയും പാടില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം, ഇതിനപ്പുറത്ത് മറ്റൊരു ജന്മമുണ്ട് എന്ന് വിശ്വസിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായും ഒരു വലിയ ശതമാനം ആളുകളും ഇത് സ്കിപ്പ് ചെയ്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോകും. കാരണം അവിടെ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിലോ എന്ന ചിന്ത, അതായത് ആത്മഹത്യയുടെ എണ്ണം കൂടുമെന്ന്. അതിലും ഭേദം ഈ ഒരു ജന്മം അതാണ് ദ ബെസ്റ്റ് എന്ന് വിശ്വസിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ. വെറുതെ ചിന്തിക്കാൻ മാത്രം.